നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. താരതമ്യേന പുതിയ എഴുത്തുകാരും ഒരു പുതിയ സംവിധായകനും കുറേ പുതിയതും പഴയതുമായ കലാകാരന്മാരും ഈ സിനിമയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേരിലും അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് എല്ലാവരോടും ഭാഷാഭേദമന്യേ മലയാളവും തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാ ഭാഷയിലും ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ട്. അവരോട് എല്ലാവരോടും മലയാളത്തിലാണ് നന്ദി പറയുന്നതേ ഉള്ളൂ. അവർക്ക് മനസ്സിലായിക്കോളൂന്ന് വിചാരിക്കുന്നു. നന്ദി 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 എല്ലാവർക്കും നന്ദി. എന്തെല്ലാം ഒന്നും പറയാനില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ സിനിമയിലുണ്ട്. പുള്ളിയുടെ ഇനിയുള്ള സിനിമകളിലും ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇപ്പം തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കളംകാവൽ ഒരു സിനിമയുടെ കോപ്പിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇടിക്കുവോ? എന്നാൽ നിങ്ങൾ എന്നെ ഇടിക്കാൻ റെഡി ആയിക്കോ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്കാണ് OTT ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടത്. അതേ കഥ. എന്റെ ദൈവമേ, മമ്മൂട്ടി മനസ്സൊക്കെ കൂടി വന്നിട്ട് തനിക്കൊണ്ടിരുന്നു കേട്ടോ. കാര്യമായിട്ട് ഞാൻ പറഞ്ഞാണ്. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഇതേ സിനിമ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണോ അതോ ശരിക്കും കണ്ടതാണോ എന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഒന്നിച്ചിരുന്നാട്ടോ ഈ സിനിമ കണ്ടത്. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം. അതിനകത്ത് കണ്ടവർക്കറിയാം, അതിനകത്ത് ഒരേപോലത്തെ സീൻസ്, കുറെ കാര്യങ്ങൾ ഒരേപോലെ. അതിലെ മെയിൻ ത്രെഡ് തന്നെ ആ സിനിമയുടെ മെയിൻ കാര്യമാണ്. ഞാൻ ജെന്യുവനായിട്ട് പറയുകയാണ് കേട്ടോ. ഞാൻ മമ്മൂട്ടിയുടെ അഭിനയത്തിനോ വിനായകന്റെ അഭിനയത്തിനോ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ഇതേ സ്റ്റോറി, ഇതേ കുറെ ആ സിനിമയിലെ സീൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞതാ ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിയുന്നത് കുറച്ച് കഥയിൽ ട്വിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു ഹിന്ദി പടം ഇത്രയേ ഉള്ളെങ്കിൽ അത് കുറച്ചും കൂടി മസാലയും പൊടിയും കടുകൊക്കെ ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് വരട്ടിയെടുത്തതാണ് ഇപ്പോഴത്തെ കളംകാവൽ. അഭിനയം ഒബിയസ്ലി നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വിനായകൻ ഇതിന് നന്നായിട്ട് വേറെ അധികം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത്ര വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. പേഴ്സണലി ഞാൻ ആ പടം നേരത്തെ ഇതേ സ്റ്റോറിയിലുള്ള പടം വേറെ കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പം അത്ര അത് തോന്നിയില്ല. ചിലപ്പോൾ അത് കാണാതെ പോയി കാണുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ എങ്കിലും അതേ കഥ ഇതേ കഥ എല്ലാം കൂടി ഒരു ചേട്ടനെയും ബന്ധമായി പോയി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. മമ്മൂക്കയുടെ ഒരംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. മമ്മൂട്ടിയുടെ ക്യാരക്ടറിന്റെ ഒരു ആർക്ക് ഉണ്ട്. ഓക്കെ, ആ ആർക്ക് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഓപ്പണിംഗ് സീനൊക്കെ ഉണ്ട്. എന്റെ അളിയ അബ്സല്യൂട്ട് അത് 1% പോലും മമ്മൂക്ക എന്ന് പറഞ്ഞ താരമില്ലാത്തൊരു സിനിമ. ചെറിയ രീതിയിൽ പാമ്പൊക്കെ കാണിക്കുന്ന നാക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. എൻ്റെ ആ മോനെ അതൊക്കെ ഞാൻ പറയാം, മൈന്യൂട്ട് ഓഫ് ദ മൈന്യൂട്ട് സാധനങ്ങളാണ്. ഇയാളെ ഇനി ഉണ്ടല്ലോ, ഇനി ഇങ്ങനെ പിഴിഞ്ഞെടുത്താണ്ടല്ലോ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ കിട്ടും. അമ്മതിരായിട്ട് മമ്മൂക്കാരെ അഴിഞ്ഞാട്ടമാണ് ഈ സിനിമ. ഇനി നമുക്ക് ഈ ചേച്ചിക്കുള്ള റിപ്ലൈ കൊടുക്കാം. സിനിമ അസാധ്യമായിട്ടുള്ള സിനിമയാണ്. നിങ്ങൾ ഓക്കെ ഹിന്ദി സിനിമയിൽ അവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി എന്ന് പറഞ്ഞാൽ ഇത് നോക്കാനാണെങ്കിൽ മൊത്തം കോപ്പിയാണ്. പ്രിയദർശൻ്റെ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ മൊത്തം ഹിന്ദിന്നോ അല്ല കൊറിയൻ മൂവീസിൽ നിന്നോ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തപ്പിക്കൊണ്ടുവന്ന പുള്ളി ചെയ്തിരിക്കുന്നത് പഴയ ഹിറ്റുകളെല്ലാം. പല സിനിമകളും എല്ലാം എവിടുന്നെങ്കിലൊക്കെ ഹിന്ദിന്നോ അവിടുന്ന് മറാത്തിന്നോ എവിടുന്നെങ്കിലും കോപ്പി അടിച്ചിട്ടാണ് മിക്കാറും. ഈ പുതിയ തമ്മിൽ ഏത് സിനിമയുണ്ട് കോപ്പി അടിക്കാത്ത സിനിമകൾ? ഓക്കെ, ഇത് കോപ്പിയാണെന്ന് വെച്ചു. പക്ഷേ മമ്മൂക്കൻ്റെ പെർഫോമൻസ് അസാധ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഹേറ്റീസ് പറഞ്ഞു വരുത്തുന്നുണ്ട് ഒരു രക്ഷയില്ല, നനഞ്ഞ പടക്കമാണ്, തേങ്ങയാണെങ്കിൽ ഒരു ഫീൽഡ് ഔട്ട് ആവുന്ന സമയം കഴിഞ്ഞ്. ഈ പ്രായത്തിലും ഇതുപോലുള്ള ക്യാരക്ടർ എടുത്ത് ചെയ്യാൻ ഒരു വില്ലനിസം അത് മമ്മൂക്കയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിസ്റ്റർ പറയുന്നതോടൊന്നും യോജിക്കാൻ പറ്റില്ല. ഓക്കെ, അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും അവർ പറഞ്ഞ കോപ്പിയാണെന്ന് തോന്നി. ഓക്കെ, കോപ്പി ആയിക്കോട്ടെ. സിനിമ അസാധ്യമാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. ഓക്കെ, കണ്ട ആൾക്കാർക്ക് എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യാം. പിന്നെ ആരും വെറുതെ വന്ന് നെഗറ്റീവ് അടിക്കാനായിട്ട് ഫാൻസ് ബേസ് ഒരു തല്ലുണ്ടാക്കരുത്. ഈവൻ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ മമ്മൂക്ക ലാലേട്ടനൊക്കെ ഒരുമിച്ച് ഒരു പുതിയൊരു പ്രോജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അവർ ഗീതൊക്കെ നിൽക്കുന്നത് കണ്ടല്ലോ. അതുകൊണ്ട് ഫാൻസ് ബേസ് നിങ്ങൾ തല്ലുണ്ടാക്കാൻ നിൽക്കല്ലേ. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. 100 കോടി തേങ്ങ കോടിയൊക്കെ മാറ്റി വയ്ക്കുക. സിനിമയെക്കുറിച്ച് സത്യസന്ധമായിട്ട് പറയാം. ആൻഡ് ഇവർ ഈ ചേച്ചി പറഞ്ഞില്ലേ അതിൻ്റെ ഒപ്പീനിയനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യാം, യോജിക്കാത്തവരും കമൻസ് ചെയ്യാം. സിനിമ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫീഡ്ബാക്സ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഒപ്പം വിനായകനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഒപ്പം എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക. ഓക്കെ, ഷെയർ ഇറ്റ്. ഇതാണ് പടം. അൺബിലീവബിൾ, ഗംഭീര പെർഫോമൻസ്, ഒരു രക്ഷയില്ല. പ്രതിനായകൻ എന്ന് പറഞ്ഞാൽ പ്രതിനായകൻ തന്നെ. വിനായകന്റെ അവസാനം നമ്മൾ കൈയടിക്കും. മമ്മൂക്കായെ കൈയടിക്കുന്നതിന് ഡബിൾ ആയിട്ട്